മൂലമന്ത്രം ഉണ്ട്. ആ മൂലമന്ത്രം പ്രകീർത്തിക്കപ്പെടുന്ന ഭാഗം ധ്രുവചരിത ഭാഗത്ത്. ഏതാണ് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം? ഓം നമോ ഭഗവതേ വാസുദേവ. 12 സ്കന്ധങ്ങളിലായുള്ള ഭാഗവതത്തിനെ 12 അക്ഷരങ്ങൾ കൊണ്ടുള്ള മഹാമന്ത്രത്തിലൂടെ ദ്വാദശ മന്ത്രത്തിലെ ആ നിലയിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം ഈ ധ്രുവചരിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാഴ്ചപ്പാടുകൂടി നമുക്ക് ചേർത്ത് ചിന്തിക്കേണ്ടതായിരുന്നു. ഭഗവാനെ നേടുന്നതിന് എത്ര വയസ്സ് പ്രായം വേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമൂഹത്തിലാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ നമ്മൾ അല്ലേ ഭാഗവതയ്ക്ക് നടക്കുന്നിടത്തോ ഇതുപോലെയുള്ള സഭയിലേക്കോ അവരെ കൊണ്ടുവരുന്ന ശീലം മാതാപിതാക്കളില്ല. ഇനി മാതാപിതാക്കൾ ശ്രമിച്ചാൽ പോലും വരാനൊക്കെ അവർ തയ്യാറുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം നമുക്കൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഗവതയ്ക്കുമൊക്കെ മോക്ഷം കിട്ടാനുള്ളതാണ്. മോക്ഷം കിട്ടാനുള്ളതല്ലേ? ആണ്. പക്ഷെ അതാണ് എന്ന് ഉറപ്പിച്ച് അത് മാത്രമാണ് എന്ന് സങ്കല്പിച്ചപ്പോൾ മറ്റു പലതും നമ്മുടെ ചിന്തയിൽ നിന്ന് വഴിമാറിപ്പോയി. ഭാഗവതം മോക്ഷം കിട്ടാനുള്ളതാണ് എന്ന് പറയുന്നതാണ് പൂർണ്ണ ശരിയുമാണ്. അപ്പോൾ ഇവിടെ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി. മുക്തി എന്ന് പറഞ്ഞാലോ ഇപ്പം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഈ മോക്ഷം എന്ന് പറയുന്നത് കുറേ കാലം ജീവിച്ച് ജീവിതത്തിൻ്റെ ഒടുവിൽ വന്നു ചേരേണ്ടതാണ് മോക്ഷം എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിൽ അങ്ങ് ശക്തിപ്പെട്ടു. അതുകൊണ്ട് ചെറുപ്പകാലത്തൊന്നും ഇത് കിട്ടേണ്ടതല്ല. ചെറുപ്പകാലത്തേക്ക് ജീവിതത്തിൽ മറ്റു പലതിൻ്റെയും പുറകിൽ ഓടി ഓടി എല്ലാം നേടിയതിനു ശേഷം വളരെ പ്രായമാകുമ്പോൾ കിട്ടേണ്ട ഒന്നാണ് മോക്ഷം അല്ലേ? ഒടുവിൽ വന്നു ചേരേണ്ടതാണ് മോക്ഷം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് അനുസരിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ജീവന് ഏറ്റവും പൂർണ്ണമായി അതിനപ്പുറത്തൊന്നില്ലാത്തതുകൊണ്ടാണ് ഒടുവിലെന്ന് വാക്ക് വന്നത്. അല്ലാതെ ജീവിതത്തിൻ്റെ ഒടുവിൽ കിട്ടേണ്ടതാണ് എന്ന് അല്ല. അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഒരു ജീവൻ അതിനപ്പുറത്ത് വേറൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഒടുവിലെന്ന് പറയാം. ഏറ്റവും അവസാനം കാര്യം അതിനപ്പുറത്തൊന്നും നേടാൻ ഇല്ല. ഇതിലേക്ക് എത്തണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു നദി അതൊഴുകി കടലിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആ നദിക്ക് എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്താ? കടലിൽ ചേരുന്നതോടുകൂടി നദി ഇല്ലാണ്ടായി. നദി ഏതായി മാറി? കടലായി മാറി, വേറിട്ട് ഇല്ലാതായി. അപ്പോൾ ഒടുവിൽ നദി പ്രാപിക്കേണ്ടത് കടലിനെയാണ് എന്ന സങ്കല്പത്തിൽ പറഞ്ഞപ്പോൾ പിന്നെ നദി ഇല്ലാണ്ടാവുന്നത് പോലെ നമ്മളും വിചാരിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം കിട്ടേണ്ട ഒന്നാണ് മോക്ഷം എന്നൊരു ധാരണ നമ്മുടെ ഇടയിൽ അങ്ങ് രൂപപ്പെട്ടു വന്നു. കാരണം എന്താ? നമ്മളെല്ലാത്തിനെയും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വകമാറ്റി സ്വീകരിക്കുന്നവരാണ്. അതിന് നമ്മൾ മിടുക്കന്മാരാണ് അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ബാക്കി എല്ലാ സുഖങ്ങളുടെയും പുറകിൽ ഓടി ഒടുവിൽ അവിടെ വരാം മോക്ഷത്തിൽ. പിന്നെ ചിലർക്കൊരു ധാരണ വന്നു, ഇത് ഒടുവിലായതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ടതല്ല, ജീവിതമൊക്കെ തീരുമ്പോൾ കിട്ടേണ്ടതാണ്. എപ്പോഴാണ്? മരണത്തിൽ കിട്ടേണ്ടതാണ് അല്ലേ? അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ട് മോക്ഷം. അതുകൊണ്ട് പൊതുവിൽ സപ്താഹ യജ്ഞ സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നത് ഈ പ്രായാധിക്യം കൊണ്ട് അവസാന ഘട്ടത്തിലെത്തിയ ആൾക്കാരുടെ എണ്ണമായിരിക്കും കൂടുതലും കാണുന്നത്. കാര്യം എന്താ? അവർ ഒടുവിലെത്തി. മനസ്സിലായില്ലേ? അവർ ജീവിതത്തിൻ്റെ ഒടുവിലെത്തി. പക്ഷേ ജീവിതത്തിൻ്റെ ഒടുവിലെത്തുമ്പം നേടേണ്ടതല്ല മോക്ഷം. ജീവിതത്തിൻ്റെ തുടക്കത്തിലേ ആർജിക്കാൻ സാധിച്ചാൽ അതാണ് മഹാപുണ്യം. മനസ്സിലായില്ലേ? ജീവിതത്തിൽ മുഴുവൻ ദുഃഖവും അനുഭവിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച് യാതനകൾ അനുഭവിച്ച് ഏറ്റവും ഒടുവിൽ ജീവിതം തീരുന്ന സമയത്ത് ആത്മശാന്തി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ?
ദഹനശക്തിയും കുറഞ്ഞു. മനസ്സിലായില്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ട് പല്ലും കൊഴിഞ്ഞ സമയത്ത് നല്ല ഒന്നാന്തരമായിട്ട് കടിച്ചു മുറിച്ച് തിന്നാനുള്ള ഭക്ഷണം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ ഇച്ചിരി നേരം നോക്കിയിരുന്ന് അറ്റത്തും അരിവിലും ഒക്കെ ഉള്ളത് തൊട്ടിലിരിക്കാം, അതിനപ്പുറത്തോട്ട് വല്ലതും പറ്റുമോ? മനസ്സിലായോ? അതുപോലെയാണ് ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ മുഴുവൻ ഈ ക്ലേശങ്ങൾക്കും ദുഃഖങ്ങളിലും പെട്ട് നശിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ ആത്മശാന്തി കിട്ടിയിട്ട് ഈ ശാന്തി എവിടെ കൊണ്ടുപോകാനാ? ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇത് ആർജിക്കേണ്ടത് എവിടെയാ? ജീവിതത്തിൻ്റെ തുടക്കത്തിലേ ആർജിക്കണം. അപ്പോൾ ഇവിടെ മോക്ഷം എന്താണ് എന്നൊരു ചിന്ത നമ്മുടെ മുന്നിലേക്കൊന്ന് വരുന്നത് നല്ലതാണ്. എന്താണ് മോക്ഷം? മോക്ഷം എന്താ? എല്ലാവരും പറയും ജീവിതത്തിൽ മോക്ഷം കിട്ടണേന്ന് പറയില്ലേ? കിട്ടണേന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് വല്ല ഇലയിൽ പോയി ചെന്നിട്ട് ഇത് മോക്ഷം എന്ന് പറയാൻ നമ്മളത് വിശ്വസിക്കേണ്ടി വരത്തില്ലേ? ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ഉറപ്പും ബോധവും ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടുന്നവരാവും. ഇപ്പം ഈ ചതിയും വഞ്ചന എല്ലാ മേഖലയിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ നടക്കുന്ന ഈശ്വരനുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഒരു തരത്തിൽ പരീക്ഷണം നടത്തിയാൽ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ? എല്ലാവരുടെ ഉള്ളിൽ നമ്മൾ തുടക്ക ദിവസം പറഞ്ഞതുപോലെ ദൈവ വിശ്വാസത്തെക്കാളും വലുതായ ദൈവഭയമായി മാറി. അതുകൊണ്ട് പേടിയുള്ളവരാണ് ഇപ്പം നമ്മൾ, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ മോക്ഷം നേടുന്നതിന് ഏതെങ്കിലും പ്രായമുണ്ടോ? അവിടെയാണ് പ്രഹ്ലാദ ചരിതത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഭഗവാനെ നേടിയ ഒരു ഉപാസകനായിട്ടാണ് ആരെ അവതരിപ്പിക്കുന്നത്? ധ്രുവനെ അവതരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ധ്രുവനും പ്രഹ്ലാദനും ഒക്കെ ബാല്യകാലത്ത് ഭഗവാനെ നേടിയവരാണ്. നമ്മളോ വയസ്സാകാലത്ത് വരെ നോക്കിയിരിക്കും. ഭഗവാൻ അവിടെ ഇരിക്കട്ടെ, വല്ലപ്പോഴും പോയി കാണാം. നേടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വയസ്സാകാലത്ത് നേടാം. യഥാർത്ഥത്തിൽ ജീവിക്കുമ്പോഴല്ലേ നമുക്ക് ആശ്രയമായി, തുണയായി, ഒപ്പത്തിനൊപ്പം പാണ്ഡവരോടൊപ്പം എങ്ങനെയാണോ ഭഗവാൻ ചേർന്ന് നിന്നത്, അതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കടക്കാൻ അല്ലേ ഭഗവാൻ ചേർന്ന് നിൽക്കേണ്ടത് എപ്പോഴാണ്? തുടക്കം മുതലെയാണ്. ആ തുടക്കം മുതലേ ഭഗവാനെ നേടാൻ പ്രാപ്തമായ നിലയിൽ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെയൊക്കെ വീടുകളിൽ ഇപ്പോൾ കുട്ടികളെ പണ്ടൊക്കെ നാമജപമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ നിർത്തി. എന്താ കാരണം? അച്ഛനും അമ്മമാർ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. സപ്താഹത്തിന് പോകാനെങ്കിൽ അവൻ 10ാം ക്ലാസ്സിലാണ്, അടുത്ത വർഷം 9ലാ അല്ലെ 8ലാ. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേർതിരിച്ച് മതിൽ കെട്ടി നിർത്താറുണ്ട്. നമ്മൾ തിരിച്ചും ചിന്തിച്ച് നോക്കേ, സ്വന്തം ജീവിത ധർമ്മത്തെക്കുറിച്ച്, സ്വന്തം ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ ഇതര വിഭാഗത്തിൽപ്പെട്ട സഹോദര മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ തടസ്സങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടോ? ആകെയുള്ളത് നമുക്ക് മാത്രമാണ്. ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു നമ്മളെ. എന്താ? ഈശ്വര വിശ്വാസം പാടില്ല, ഭാഗവതം പഠിക്കരുത്, രാമായണം വായിക്കരുത്, കുഞ്ഞുങ്ങൾ വഴിവരയ്ക്കും. ഈ പറഞ്ഞവരൊക്കെയാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാരെ. രാമായണം വായിക്കരുത്, ഭാഗവതം പഠിക്കരുത്, ഭഗവത്ഗീത അത് യുദ്ധത്തെ കുറിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ അസംഖ്യം തെറ്റിദ്ധാരണകൾ നമ്മുടെ തോളിലേക്ക് വെച്ച് തന്നു. മനസ്സിലാക്കി? ഇവിടെ വ്യാസന്റെ ഏറ്റവും വലിയ ധാർമ്മികമായ കൃതി ഉണ്ടായിരുന്നു മഹാഭാരതം. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ മഹാഭാരത ഗ്രന്ഥം ഉണ്ടായിരുന്നു. ഇന്ന് മഹാഭാരത ഗ്രന്ഥമുള്ള ഏതെങ്കിലും ഹിന്ദു വീട് കാണിച്ചു തരാൻ പറ്റുമോ? വളരെ അപൂർവമാണ്. പല വീടുകളിലും ഉണ്ടായിരുന്നതിന് ഇവര് തിരിഞ്ഞു നോക്കാതെ ഒന്ന് ഉപേക്ഷിച്ചു. നമ്മളെ ഇടക്കാലത്ത് ഒരു സിനിമ വന്നില്ലേ, മാൻട്രക്ക് എന്ന് പറയുന്നൊരു സിനിമ. ഒരു പ്രതിമ കൈ വെച്ചാൽ അവിടെ എല്ലാം അപകടം വരുമെന്ന് പറഞ്ഞാണക്ക് നാട്ടിലുള്ളവരൊക്കെ അജ്ഞാനികളായ പല ആൾക്കാരും വിജ്ഞാനികളെ പോയെന്ന് പ്രസംഗിച്ച് നമ്മളെ പഠിപ്പിച്ചു. എന്തു പറഞ്ഞു? മഹാഭാരതം വീട്ടിൽ വെച്ചേക്കുന്നത് യുദ്ധത്തിൻ്റെ ചരിതമുള്ളത്, അത് വീട്ടിൽ വെച്ചാൽ കുടുംബകലഹം ഉണ്ടാവും. വീട്ടിലുണ്ടായിരുന്ന മഹാഭാരതത്തെ പലരും അമ്പലത്തിൻ്റെ ആൽത്തറയെ കൊണ്ടുവച്ച് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നുപോയി. അങ്ങനെ മഹാഭാരതം പഠിച്ച് പുറത്തായി.
ഭഗവത്ഗീത എന്ന കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി ഉപദേശിച്ചതാണ്. ആ ഭഗവത്ഗീത പഠിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അക്രമികളാവുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് ഉപേക്ഷിച്ചു. ഭാഗവതം സവർണവാസിസമാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉപേക്ഷിച്ചു അല്ലേ? രാമായണവും ഏതാണ്? സവർണവാസിസമാണ് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചു. അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആരെങ്കിലും എവിടെങ്കിലും പറയുന്നതൊക്കെ കേട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ആർക്കായി? നമുക്കായി. ആലോചിച്ചൊക്കെ എത്രയോ വിഭവസമൃദ്ധമായ സമ്പന്നമായ അറിവുകളും ഇത്രയധികം വേദപുരാണോപനിഷത്തുക്കളായി ലോകത്ത് മറ്റൊരു ജനവിഭാഗത്തിന് സ്വന്തമായിട്ടില്ല. ഉണ്ടോ? അവരൊക്കെ ആകെ 1-2 പുസ്തകത്തെ അതിനുള്ളിലുള്ള പരിമിതമായ അറിവിനെ മാത്രം ആശ്രയിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വൈവിധ്യങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ച അസംഖ്യം പുരാണങ്ങളും ശാസ്ത്രങ്ങളും നമുക്കുണ്ടായി. അത്രയും സമ്പന്നത നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ, മനസ്സിലായില്ലേ, എല്ലാം ഉണ്ടായിട്ടും പട്ടിണി കിടക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മുടെ അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിലേക്കുള്ള പ്രവേശനമില്ലാതെ ഇതേതോ വയസ്സാകാലത്ത് മാത്രം കിട്ടേണ്ട ഒന്നാണ് എന്ന നിലയിലേക്ക് എത്തപ്പെട്ടു. പറഞ്ഞാൽ ആശയം മനസ്സിലായത്? ഇവിടെയാണ് നമ്മൾ ധ്രുവചരിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ് മോക്ഷം എന്ന് ചോദിച്ചാൽ മോഹക്ഷയ ഇതി മോക്ഷ, അത്രയുള്ള അതിനർത്ഥം. അല്ലാതെ മരിക്കുക എന്നുള്ളതല്ല. മനസ്സിലായോ? മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടം വിട്ട് വേറെങ്ങും പോകലുമല്ല. ചിലപ്പോൾ ധാരണ ഈ മോഹക്ഷയം അല്ലെങ്കിൽ ഈ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പിന്നെ ബാക്കിയുള്ള ഭൗതികമായ ജീവിതമൊക്കെ ഇല്ലാണ്ടായി പോകും എന്നുള്ള പേടിയാണ് പലർക്കും ഉള്ളത്. അങ്ങനെയും സംഭവിക്കില്ല. കാരണം ധ്രുവൻ മോക്ഷപ്രാപ്തനായതിനു ശേഷമാണ് ധ്രുവൻ പിന്നീട് രാജാവായി ജീവിക്കുന്നത്. മുക്തി നേടിയതിനു ശേഷം രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ. ജനകൻ, രാജർഷിയായ ജനകൻ, ശ്രീശുകന് പോലും ഗുരുനാഥനായി ഇരുന്നിട്ടുണ്ട് ജനകൻ. വ്യാസൻ തൻ്റെ പുത്രനായ ശ്രീശുകനെ ജനകരാജാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ശ്രീശുകൻ ചോദിക്കും, എടാ രാജാവായി എല്ലാത്തിനോടൊപ്പം ചേർന്നിരിക്കുന്ന ആൾ എങ്ങനെയാണ് എൻ്റെ ഗുരുവാകുന്നത്? എല്ലാം വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഗുരുവാവാൻ വിദഗ്ധനായ മറ്റൊരാളെയല്ലേ കാട്ടിത്തരേണ്ടത്? പിതാവേ, അങ്ങ് എന്തിനാണ് എല്ലാത്തിനോടും ചേർന്ന് നിന്നുകൊണ്ട് രാജാവെന്നുള്ള നിലയിൽ രാജകീയ സുഖങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ആളിനെ ഗുരുവാക്കാൻ എന്തിനാണ് എന്നെ ഉപദേശിക്കുന്നത്? എന്നെപ്പോലെ ഒരു വിദഗ്ധന് അതിനേക്കാൾ പൂർണ്ണ വിദഗ്ധനായ ഒരാളല്ലേ ഗുരുവാവേണ്ടത്? വ്യാസൻ പറഞ്ഞു, എന്നാലും അവിടെ പോയി വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ജനകനെ കണ്ടു. ജനകനുമായി സംസാരിച്ചപ്പോഴാണ് ഇവിടെ ശ്രീശുകന് മനസ്സിലായത് എല്ലാത്തിനും നിന്ന് വിട്ടു നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ദൂരത്തോട്ട് പോയി മാറിയിരിക്കലല്ല, മനസ്സുകൊണ്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ജനകൻ എല്ലാത്തിനും നടുവിലാണ്, പക്ഷേ മനസ്സുകൊണ്ട് യാതൊന്നും എൻ്റേതല്ല എന്ന ബോധത്തിൽ ഉറച്ചു. നമ്മളൊക്കെ പലതിൽ നിന്ന് ദൂരെയാണ് നിൽക്കുന്നത്, പക്ഷേ മനസ്സുകൊണ്ട് ഇതെല്ലാം നമ്മൾ മോഹിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ശരീരം കൊണ്ടുള്ള അടുപ്പം കൊണ്ടല്ല നേടുന്നത്. ഏതൊരു അടുപ്പം കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന? മനസ്സുകൊണ്ടല്ലേ. അവിടെയാണ് ജനകൻ പറഞ്ഞത്, ഞാൻ രാജാവായി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്. അത് ഞാൻ ഈശ്വരേച്ഛയോടുകൂടി ചെയ്യുന്നു. അല്ലാതെ ഈ പദവിയും എന്നിൽ, മനസ്സിലായില്ലേ, എൻ്റേതെന്ന ഭാവത്തിലല്ല. അതുകൊണ്ടാണ് അഷ്ടാവക്ര മഹർഷിയുമായ സംവാദത്തിൻ്റെ ഒടുവിൽ ജനകൻ അഷ്ടാവക്ര മഹർഷിക്ക് ദാനമായി തൻ്റെ അധികാരം നിലങ്ങ് കൊടുത്തു, രാജ്യം മുഴുവൻ കൊടുത്തു. അഷ്ടാവക്രൻ ജനകരാജാവിനെ ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു. വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു ആ സിംഹാസനത്തിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പറഞ്ഞു. ചിലർ പറയത്തില്ല, വാക്കുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് തരാം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പോക്കറ്റിൽ നിന്ന് 5000 രൂപ തരാൻ പറഞ്ഞാൽ പറയുമോ അത് എനിക്ക് വേണം. മനസ്സിലായില്ലേ? ആവശ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. ജനകൻ നിസ്സംശയം സിംഹാസനത്തിൽ നിറങ്ങി അഷ്ടാവക്രനെ കയറ്റിയിരുത്തി. അഷ്ടാവക്ര മഹർഷി അതിനകത്ത് ഇരുന്നിട്ട് അല്പനേരം കഴിഞ്ഞ് ജനകനോട് പറഞ്ഞു,
എനിക്ക് വേണ്ടി നീ രാജ്യം ഭരിക്കുക, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് പോയി. മഹാത്മാക്കൾ എപ്പോഴും ഇങ്ങനെയാണ്. ഒരു വസ്തുവിനോടും അവരുടെ മനസ്സ് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് നിർത്താൻ, മമതയിൽ നിർത്താൻ അവർ ആഗ്രഹിക്കില്ല. കാരണം എന്താ? ഈ മമത ഈ വസ്തുക്കൾ ഇല്ലാണ്ടാകുന്ന വേളയിൽ എന്തിനു തരും? ദുഃഖത്തെ തരും. ഇല്ലാണ്ടാകാതിരിക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. സ്ഥാനവും മാനവും അധികാരവും ശരീരവും ആ ഭൗതികമായി നേടിയതൊക്കെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. മനസ്സിലായില്ലേ? ഈ നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹവും മമതയും വന്നാൽ ഇവ നഷ്ടപ്പെടാതിരിക്കാൻ ഏത് നിന്ദ്യമായ പണിക്കും തയ്യാറാവേണ്ടി വരും എന്നതാണ് നമ്മളെ നാട് ഭരിക്കുന്നവർക്കൊക്കെ പറ്റിപ്പോയ അബദ്ധം. അധികാരം നിലനിർത്താനും അധികാരം നഷ്ടപ്പെടാതിരിക്കാനും, മനസ്സിലായില്ലേ, ഏത് തരത്തിലുള്ള അവസ്ഥകളിലേക്കും തരം താഴുന്ന യോഗ്യതയില്ലാത്ത അവസ്ഥകളിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ കാരണം സ്ഥാനമാനങ്ങളോടുള്ള മമതയാണ് അവരെ ദുഷിപ്പിക്കുന്നത്. അവിടെയാണ് ഇത്തരം മമതകൾ വന്നു ബാധിക്കാത്ത തരത്തിലുള്ള സർവമോഹങ്ങളെയും ഉപേക്ഷിക്കുന്ന മോഹക്ഷയ ഇതി മോക്ഷ എന്ന പദത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അപ്പൊ എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിക്കലാണെന്ന് മോക്ഷം. കാരണം ഈ മോഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ബുദ്ധൻ പരമമായ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് തൻ്റെ ശിഷ്യന്മാരോട് സംവദിക്കുമ്പോൾ പറയും, ആശാഹി പരമോ ദുഃഖ. ആശയാണ് സർവ്വദുഃഖത്തിൻ്റെ കാരണം. ആശ എന്ന് പറയുന്നത് അതിലത്തെ വീട്ടിലെ ചേച്ചിയുടെ പേരല്ല, ആഗ്രഹങ്ങളാണ്. നമ്മളെയും പല ദുഃഖത്തിൻ്റെയും അവസരങ്ങൾ എടുത്തു നോക്കെ. നേടാനുള്ള അർഹതയുള്ള ആഗ്രഹം മാത്രമാണോ നമ്മളിൽ ഉണ്ടാവുന്നത്? ആണോ? ആദ്യം അർഹതയുള്ളതുണ്ടാവും, പിന്നെ പതുക്കെ പതുക്കെ അർഹതയില്ലാത്തതും ആഗ്രഹിക്കും. അർഹതയില്ലാത്തതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ആഗ്രഹത്തെ നമ്മൾ ഉപേക്ഷിക്കാറുണ്ടോ? ആഗ്രഹമല്ലേ, വെറുതെ ആണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. പിന്നീട് അത് നേടാൻ പറ്റാത്തതിൻ്റെ വിഷമം ആര് സഹിക്കേണ്ടി വരും? നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ആ ഉൽപ്പാദിപ്പിച്ച്, മനസ്സിലായില്ലേ, അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കും. ഇത് ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ ഈ പ്രശ്നമില്ലല്ലോ, ഇത്രയും ദുഃഖം കുറഞ്ഞു കിട്ടത്തില്ല. അവിടെയാണ് മോക്ഷം ജീവിതത്തിൻ്റെ തുടക്കത്തിലേ ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഭഗവാനെ നേടാൻ ഏതെങ്കിലും പ്രായം ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഭാഗവതൻ നമ്മളോട് പറയുന്നത് ജന്മനാ നേടാൻ സാധിച്ചാൽ മഹാപുണ്യം. ഇനി അത് കഴിഞ്ഞില്ലെങ്കിലോ തിരിച്ചറിവ് വരുന്ന പ്രായത്തിലെങ്കിലും നേടിയെടുക്കണം. എല്ലാ അറിവും നഷ്ടപ്പെട്ട് ഓർമ്മ പോലും ഇല്ലാതാകുന്ന സമയത്ത് വന്നിരുന്ന ഭാഗവതം കേട്ടിട്ട് അങ്ങോട്ട് എണീക്കുമ്പോൾ, അല്ല കൃഷ്ണൻ വൃന്ദാവനത്തിൽ എപ്പോഴാണ് പോയത്? ഓ മറന്നുപോയി, പണ്ടത്തെ കണക്ക് എനിക്ക് ഒട്ടും ഓർമ്മയില്ല, മറവിയ എന്ന് പറയുന്ന പ്രായത്തിൽ ഭാഗവതം കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് കേൾക്കണ്ടെന്നല്ല പറയുന്നത്, അന്നേരവും ഭഗവാനെ നാമം ജപിക്കണം. പക്ഷേ ആ കേട്ടത് കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടായോ? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം അറിവ് ആരംഭിക്കുന്ന പ്രായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ജ്ഞാനത്തെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ സാധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരി, ഇവിടെ ധ്രുവചരിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്ന സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപയുടെയും ഒരു പുത്രനായിട്ടുള്ള ഉത്ഥാനപാദ രാജാവിൻ്റെ ചരിത്രത്തിലൂടെയാണ് ധ്രുവചരിതത്തിലേക്ക് വരുന്നത്. ഉത്ഥാനപാദ രാജാവിന് 2 പത്നിമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് സുനീതി എന്നും ഒരാളുടെ പേര് സുരീജി എന്നുമാണ്. ഇവിടെ ഈ പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് സ്മരിക്കുന്നത് നല്ലതാണ്. ഉത്ഥാനപാദ രാജാവ്, ഭാര്യമാരുടെ പേര് സുരീജിയും സുനീതിയും. ഇതിൽ സുനീതിയാണ് രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. സുരുചിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, സുരുചിയാണ്. സുനീതിക്കോട് അത്ര വലിയ അടുപ്പം ആർക്കില്ല? രാജാവിനില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് രാജാവിൻ്റെ പൊതുവായ സ്വഭാവം. ഇവിടെ സുരുചിയിലൊരു പുത്രൻ ജനിച്ചു ഉത്തമൻ, സുനീതിയിലൊരു പുത്രൻ ജനിച്ചു ധ്രുവൻ എന്ന് പേരുമൊക്കെ ഇട്ടു. അപ്പൊ രാജാവിന് ഏറ്റവും
പ്രിയപ്പെട്ടവളാണ് എന്ന് തോന്നലുള്ളത് കൊണ്ടും സുരീജിക്ക് ആ ഭർത്താവിൻ്റെ മുകളിൽ ഒരു ആധിപത്യമുണ്ട്, അല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവ് കൂടുതൽ സ്നേഹം കൊടുത്താൽ ആ സ്നേഹം തന്നെ മുതലെടുത്തുകൊണ്ട് ഭാര്യമാരാരെ നിയന്ത്രിക്കും? ഭർത്താവിനെ നിയന്ത്രിക്കും. അത് സ്വാഭാവികമാണ്. അമിതമായി കൊടുത്താലെന്നാണ് പറഞ്ഞത്. ഇവിടെ അമിതമായി കൊടുത്തു. കാരണം എന്താ? രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ പത്നിമാരാണ്. ഒരാളോട് ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരാളോട് കൊടുക്കുമ്പോൾ ആ ലഭിക്കുന്ന ഒരാൾക്ക്, മനസ്സിലായില്ലേ, അത് ഒരു വലിയ ഏഴുതര അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു പരിഗണന ലഭിക്കുന്നു എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഉത്ഥാനവാദ രാജാവിൻ്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? സുരീജിക്ക് ലഭിച്ചു. സുനീതിയാകട്ടെ ഇതിലൊന്നും പരാതിയില്ലാതെ പരിഭവമില്ലാതെ തനിക്ക് ലഭ്യമായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു വരികയും ചെയ്യുന്നു. ഇവിടെ ഒരു രണ്ട് തലത്തിലുള്ള അവസ്ഥകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളാകട്ടെ അമിതമായി ലഭിക്കുന്നതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കുകയും ഒരാളാകട്ടെ ലഭിക്കുന്നത് വളരെ പരിമിതമായിട്ട് പരാതികളും പരിഭവവുമില്ലാതെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും പത്നിമാരാണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഭാവം രണ്ടുപേരിലുമുണ്ട്. സുരീജിയുടെ പുത്രനായ ഉത്തമൻ അവിടെ ഉത്ഥാനവാദ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന ഒരു വേളയിൽ, പിതാവിൻ്റെ മടിയിലാണ് മകൻ ഇരിക്കുന്ന വേളയിൽ, സുനീതിയുടെ മകനും അച്ഛൻ്റെ മടിയിലിരിക്കാനൊരു മോഹം വന്നു. കാര്യം എന്താ? നമുക്കൊക്കെ വീട്ടിൽ നിന്നറിയാം, ഒരു കുട്ടി കയറി അച്ഛൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന അടുത്ത കുട്ടിക്ക് എന്ത് വേണം? കയറി ഇരിക്കാനുള്ള ഒരു മോഹം ഉണ്ടാവും. കുട്ടിക്കാലത്തുണ്ടാകുന്നൊരു മോഹമാണ്. നേരെ ഈ കുട്ടി ഓടി അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടി എത്തുമ്പോൾ തനിക്കാണ് ഭർത്താവിൽ നിന്ന് കൂടുതൽ പരിഗണനയുള്ളത് എന്നുള്ള അഹങ്കാരം കൊണ്ട് നിൽക്കുന്ന സുരീജി ഈ കുഞ്ഞിനെ തടഞ്ഞു. അതിനുശേഷം പറഞ്ഞു, അച്ഛൻ്റെ മടിയിൽ നിനക്കിരിക്കണമെങ്കിൽ നീ എൻ്റെ മകനായി പിറക്കണമായിരുന്നു. കാരണം അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടവളാരാ? ഞാനാണ്. ഭർത്താവിന് പ്രിയപ്പെട്ടവൾ ഞാനാണ്. എൻ്റെ മകനായി പിറന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിനക്ക് ആ പിതാവിൻ്റെ മടിയിലിരിക്കാൻ സാധിക്കില്ല. നമ്മളത് ആലോചിച്ച് നോക്കുക, എത്ര അഹങ്കാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ സ്വന്തം പിതാവിൻ്റെ മടിയിലിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ ചിന്തിക്കുക. ഈ സുരീജിയും സുനീതിയും ജ്യേഷ്ഠത്തിയന്യത്തിമാരുമാണ്, സഹോദരിമാരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പുരാണത്തിലൊക്കെ ഇങ്ങനെ കുറേ കണക്ഷൻസുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെന്ന് അത്ര അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി ഭഗവാനെ തപസ് ചെയ്ത് എൻ്റെ മകനായി പിറക്കാനുള്ള വരം നേടി വരാൻ പറഞ്ഞു. നമ്മളത് ആലോചിച്ച് നോക്കെ, ഭഗവാനെ തപസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ദുർചിന്താഗതിയുള്ള ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കാൻ വേണ്ടി മാത്രം ഭഗവാനെ തപസ് ചെയ്ത് വരം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാനെ സംബന്ധിച്ച് തപസ് ചെയ്താൽ എത്രയോ ഉന്നതമായ സ്ഥാനം, അല്ലേ? ആ ഉന്നതമായ സ്ഥാനത്തെ പോലും അവഗണിച്ചുകൊണ്ട് തൻ്റെ ഉദരത്തെ മഹത്വവൽക്കരിക്കുകയാണ് ആര് ചെയ്യുന്നത്? സുരീജി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അജ്ഞാനം വരുമ്പോൾ ഞാനാണ് എല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠൻ എന്ന ഒരു ദുരബോധം ആർക്കുണ്ടാവും? എല്ലാവർക്കും ഉണ്ടാവും. മറ്റുള്ളതെല്ലാം ഉന്നതമായതിനെ പലതിനെയും ഉന്നതമല്ല എന്നും ഞാനാണ് ഏറ്റവും ഉന്നതമായത് എന്നുള്ള അഹങ്കാരവും വർദ്ധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതല്ലേ? ഈ അവസ്ഥയിലേക്കാരെത്തി? സുരീജി എത്തി. ഇത് ധ്രുവനോട് പറഞ്ഞു. ധ്രുവനാകട്ടെ വളരെ വിഷമത്തോടുകൂടി തിരികെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. കുട്ടികളെ സംബന്ധിച്ചോളം ദുഃഖം വന്നാൽ പിന്നെ അഭയകേന്ദ്രം എവിടെയാ? അമ്മമാരുടെ അടുത്തേക്കാണ്. അമ്മയുടെ അടുത്തേക്ക് പോയി. ഇതിനോടകം തന്നെ ഈ വൃത്താന്തങ്ങളൊക്കെ, ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ തോഴിമാർ പറഞ്ഞാരറിഞ്ഞു? സുനീതി അറിഞ്ഞു. ആ മകൻ വിഷമത്തോടുകൂടി അടുത്ത് വന്നു മകനെ ആശ്വസിപ്പിച്ചു അമ്മ. മൂത്തമ്മ പറഞ്ഞു, അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ ആ അമ്മയുടെ മകനായി ജനിക്കണം. അമ്മയുടെ മകനായതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മൂത്തമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഭഗവാനെ തപസ് ചെയ്തിട്ട് ആ അമ്മയുടെ മകനായി ജനിച്ച് യോഗ്യത നേടിയാൽ അച്ഛൻ്റെ മടിയിലിരിക്കാം. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഒരു അമ്മ
ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ജീവിതത്തിൻ്റെ നേർവഴിയിലേക്ക് നയിക്കേണ്ടത് എന്നും കൂടി വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇങ്ങനെ ഒരു സന്ദർഭം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് നടക്കും? അഹങ്കാരി അവൾ അങ്ങനെ പറഞ്ഞ എന്നാ വാ മോനെ, ഇപ്പൊ അവളെ തലമണ്ടയ്ക്ക് അടിച്ചിട്ടേ ഉള്ള കാര്യം. കിട്ടിയ ചെലവേക്ക് ചെലവ, ചൂലെങ്കിൽ ചൂല്, നേരെ എടുത്ത് കുഞ്ഞിനെയും കൈ പിടിച്ച് നേരെ പോയി കുഞ്ഞിന്റെ മുമ്പിൽ നിർത്തി മൂത്തമ്മയെല്ലാം ആക്കും. ഇല്ലേ? ഒന്നുമില്ലേ പോയി രണ്ട് തെറിയെങ്കിലും പറയത്തില്ലേ? എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കും, കോന്താ ഇതെല്ലാം കേട്ടോണ്ട് ഇവിടെ ഇരുന്നയാണോ? എൻ്റെ കുഞ്ഞിനെ ഇയാളെ കുഞ്ഞെല്ലിയുടെ ഉവേ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് ബഹളം കൂടെ ഉണ്ടാക്കോ ഇല്ലയോ? ഇത് മുഴുവൻ ആര് കണ്ടുകൊണ്ട് നിൽക്കും? ഈ കുഞ്ഞ് കണ്ടുകൊണ്ട് നിൽക്കും. അവൻ്റെ മനസ്സിലും ഒരു പ്രശ്നം വന്നാൽ ലഹള ഉണ്ടാക്കുന്ന ശീലം വളർന്നു വരും. മനസ്സിലായില്ലേ? അവിടെ സുനീതി എന്താ ചെയ്തത്? സുനീതി പറഞ്ഞു, അവനെ മൂത്തമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട്, കാരണം ഒരാളെയും വെറുക്കാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് കുഞ്ഞിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞതിൽ ഈശ്വരനെ തപസ് ചെയ്യാനല്ലേ പറഞ്ഞത്? അതൊരു നല്ല കാര്യമില്ല. അപ്പൊ ഏത് നിലയിലാണെങ്കിലും ഭഗവാനിലേക്കുള്ള വഴി കാട്ടിത്തരുന്നുണ്ടെങ്കിൽ ആ വഴി കാട്ടുന്ന ആളിനെ ഒരർത്ഥത്തിൽ ഗുരുവിനെ പോലെ സ്വീകരിച്ചേക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ധ്രുവൻ ഒരിക്കലും ഈശ്വരചിന്തയിലേക്ക് തിരിയില്ലായിരുന്നു. അപ്പൊ അതിനൊരു നിമിത്തമായിട്ട് ആര് വന്നു? സുനീതി വന്നു. ഇവിടെ ഭാഗവതത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ചില ആചാര്യന്മാർ പറയും, അക്രൂരര് കംസനെ ഗുരുവായി കണ്ടു എന്ന് പറയും. എന്താ കാരണം? അക്രൂരര് വളരെ ദീർഘകാലം മുന്നേ കൃഷ്ണന്റെ ഭക്തനാണ്. പക്ഷെ ഒരിക്കൽ പോലും കൃഷ്ണനെ കാണാൻ പോയിട്ടില്ല, കംസനെ പേടിച്ചു. മനസ്സിലായില്ലേ? അവസാനം ആ കൃഷ്ണനെ കാണാനൊരു അവസരം ആരാ ഉണ്ടാക്കി കൊടുത്തത്? കംസൻ തന്നെയാണ്. അതുകൊണ്ട് പോകുന്ന സമയത്ത് കംസനോട് വിദ്വേഷം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയും, കംസ നീ എനിക്ക് ഗുരുവും കൂടിയാണ്. കാരണം എന്താ? നീ കാരണം എനിക്ക് ഈശ്വരനെ തേടിത്തന്നു. മനസ്സിലായില്ലേ? ചില അവസരങ്ങളിൽ നീചന്മാരാണെങ്കിൽ പോലും അവര് ചില പ്രവർത്തികളോടെ നമ്മളെ നല്ലതിലേക്ക് പോകാനുള്ള അവസരം സൃഷ്ടിക്കും. അങ്ങനെയുള്ള ചില ദുഃഖങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ ഒരു അവസരമാക്കി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സുനീതിയും അത്തരത്തിലൊരു കാര്യമാണ് ചെയ്തത്. ഈശ്വരനെ തപസ് ചെയ്യാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അവിടെ സുനീതി പറഞ്ഞു, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ, ഭഗവാനെ തപസ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം വല്ലതുണ്ടോ? അതുകൊണ്ട് എൻ്റെ മോൻ എന്ത് ചെയ്യണം? ഭഗവാനെ തപസ് ചെയ്യുക. കാരണം ഈ അമ്മ പറഞ്ഞത് താൽക്കാലികമായി കുട്ടിയുടെ ദുഃഖത്തിൽ നിന്നൊരു മോചനം കിട്ടാനായി അവൻ്റെ മനസ്സിനെ ആശ്രയിച്ചു. പക്ഷെ കുട്ടി ഇതെന്ത് ചെയ്തു? ഒന്ന് സ്വീകരിച്ചു. എങ്കിൽ ഈശ്വരനെ തപസ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി കാര്യം. കാരണം എന്താ? അച്ഛൻ്റെ മടിയിലിരിക്കുക എന്ന ഒരു ഭൗതിക മോഹം അവൻ്റെ ഉള്ളിൽ ദൃഢമായിരുന്നു ആ സമയത്ത്. ആ മോഹം നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? തപസ്. കാരണം കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയല്ലേ, ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അവർ വാശി പിടിച്ചത് നേടിയെടുക്കും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു വാശി ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വന്നു. അമ്മയോട് അനുവാദം പറഞ്ഞിട്ട് മേടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ ഭഗവാനെ തേടാൻ പോവുകയാണ്, തപസ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ സുനീതി അറിയുന്നുണ്ടാവില്ല ഇത്രയൊക്കെ വലിയ തീരുമാനമൊക്കെ എടുത്തങ്ങ് പോകുന്നു. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തൽക്കാലത്തേക്ക് പിണങ്ങി ഇറങ്ങി പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പം വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനും അറിയാം, പോയിട്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വന്നോളൂ. എന്താ കാര്യം? അയൽവശമൊക്കെ കഴിഞ്ഞ് വന്നോളൂ. അതുകൊണ്ട് പിണക്കമൊക്കെ കഴിഞ്ഞ് അതുവരെയുള്ള കണക്കുള്ള അവർ മിണ്ടാതിരിക്കും. കാര്യം പോയിട്ട് തിരിച്ചു വരും. അതേ കണക്കുള്ള ഒരവസ്ഥയിൽ തൽക്കാലം ആ കുഞ്ഞിൻ്റെ ദുഃഖത്തിൽ നിന്ന് അവൻ മാറട്ടെ എന്ന് മാത്രമായിരിക്കാം ചിലപ്പോൾ അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ കുട്ടിയുടെ തീരുമാനം വളരെ ദൃഢമായി. ഈ കുട്ടി നേരെ വനത്തിലേക്ക് പോയി ഏകാഗ്രമായി നിന്ന് തപസ് ചെയ്യുക എന്നൊക്കെ ആരോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ തപസ് ചെയ്യാൻ അറിയില്ല, പൂജ ചെയ്യാൻ അറിയില്ല, മന്ത്രങ്ങളൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? കാരണം ഇതൊന്നും കുഞ്ഞുനാളിൽ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഭഗവാനെ നേടണമെന്നുള്ള ആഗ്രഹം ശക്തമായി. അപ്പൊ ഈശ്വരനെ നേടണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ പൂർണ്ണ ലക്ഷ്യമായി സ്വീകരിക്കുന്നത്, ആ നിമിഷം നമ്മളിലുള്ള എല്ലാ അജ്ഞാനത്തെയും അറിവില്ലായ്മയും മാറ്റി ഭഗവാനെ നേടിത്തരാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ നമ്മളെ ആര് ദത്തെടുക്കും? ഭഗവാൻ ദത്തെടുക്കും. മനസ്സിലായില്ലേ? ചില ജീവിതത്തിൽ ഈശ്വരനെ തേടി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം ആര് നോക്കും? നിനക്ക് ആര് ഭക്ഷണം തരും? ഒരു പ്രയാസവും ഇല്ല.
മറ്റുള്ളവരെ ആശ്രയിച്ച് ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുന്നതിനേക്കാൾ നല്ലതാണ് ഭഗവാനെ ആശ്രയിച്ച് പോയാൽ നമുക്ക് ഭക്ഷണം തരാനും നമ്മളെ സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരെ ഈശ്വരൻ നമ്മളെ മുമ്പിൽ തരും. നമുക്കാകെയുള്ള പേടി ആരുണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ ഒന്നോ രണ്ടോ പേരെ ആശ്രയിച്ച് അവരെ മുമ്പിൽ യാചകന്മാരെ പോലെ ഇറങ്ങി ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുന്നത്. അതിന് നല്ല ഉദാഹരണം സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതം. ഒരു പരിചയക്കാരുമില്ലാത്ത നാട്ടിലേക്കാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കപ്പൽ കയറിയത്. ആകെ ഉണ്ടായിരുന്ന ഗീഷയിലുണ്ടായിരുന്ന ചില്ലറ പൈസ പോലും കപ്പലിൽ വെച്ച് ആരോ മോട്ടിച്ചുകൊണ്ടുപോയി. ആ മോട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു പരിചയക്കാരനെ പോയി കാണാനുള്ളൊരു കത്തുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു. അമേരിക്കയിൽ ചെന്നിറങ്ങുമ്പോൾ ആരുമില്ല പരിചയക്കാർ. ഇനിയും മാസങ്ങളുണ്ട് അവിടുത്തെ ഹിന്ദു മഹാസമ്മേളനം അല്ല ലോക മഹാസമ്മേളനം നടക്കാൻ വേണ്ടി. അത്രയും കാലം കൂടി പിടിച്ചു നിൽക്കണം. ഒരാളും പരിചയമില്ലാത്ത നാട്ടിൽ 1 രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ഒരു മരത്തണലത്തിൽ തളർന്നു കിടന്ന് വിശപ്പ് കൊണ്ട് തളർന്നു കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥയിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് ഭക്ഷണവുമായി വന്ന് ആ മാന്തോപ്പിലെത്തി അദ്ദേഹത്തിന് മുന്നിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പറഞ്ഞു, അങ്ങ് കഴിക്കൂ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾക്ക് ആള് തെറ്റിയിട്ടുണ്ടാവാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ ഞാനല്ല. കാരണം എനിക്കിവിടെ ആരും പരിചയക്കാരില്ല, എനിക്ക് നിങ്ങളെ അറിയത്തതുമില്ല. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ അത് ഞാൻ കഴിക്കുകയാണെങ്കിൽ ആ അർഹതയുള്ള ആളിന് അത് കിട്ടാതെ വരും. അതുകൊണ്ട് തൻ്റെ വിശപ്പിനേക്കാളും അത് സ്വീകരിക്കുന്നതിനൊരു മടി കാണിച്ചു. ഈ സമയത്താണ് ഈ അമ്മ പറയുന്നത്, ഞാൻ സ്വപ്നത്തിൽ അങ്ങയുടെ രൂപത്തെ കണ്ടു. മനസ്സിലായില്ലേ? അങ്ങേക്ക് ഭക്ഷണം കൊണ്ട് തരാൻ വേണ്ടി എന്നോട് ആരോ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ നിമിഷം ഞാൻ ഉണർന്ന ഭക്ഷണവുമായി അങ്ങയെ തേടി വന്നപ്പോൾ അങ്ങ് എൻ്റെ മുന്നിൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ അങ്ങയെ ഞാൻ കണ്ട അതേ സ്ഥലത്ത് തന്നെ, സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലത്ത് ഞാൻ അങ്ങയെ കണ്ടു. മനസ്സിലായോ? ഇതാണ് ഈശ്വരൻ്റെ ദത്തെടുക്കൽ. ഇവിടെ ധ്രുവനെയും സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ധ്രുവന് ഭഗവാനെ പൂജിക്കാൻ അറിയില്ല, തപസ് ചെയ്യാൻ അറിയില്ല, ഇതൊന്നും അറിയില്ല. ഈ സമയത്തേക്ക് സർവജ്ഞാനിയായ ഗുരുക്കന്മാരിൽ വെച്ച് ഭഗവാന്റെ അവതാരം തന്നെയായ നാരദരെ ഭഗവാൻ എവിടേക്ക് അയച്ചു? ധ്രുവന്റെ അടുത്തേക്ക് അയച്ചു. നാരദർ വന്നു. വഴിമധ്യത്തിൽ വെച്ച് ആരെ കണ്ടുമുട്ടി? ഈ കുട്ടിയെ കണ്ടുമുട്ടി. കാരണം നാരദരുടെ ഒരു സ്വഭാവം എന്താ? ലോകസഞ്ചാരിയാണല്ലോ. അപ്പൊ സഞ്ചാരമധ്യത്തിൽ ആരെയും കണ്ടുമുട്ടാൻ, പക്ഷെ നാരദരെ കാണുക എന്ന് പറയുന്നത് തന്നെ കൃത്യമായ ആ അപൂർവ അവസരത്തിൽ മാത്രമാണ് ആരെ കാണുന്നത്? നാരദരെ കാണുന്നത്. കാരണം അവിടെ ഒരു നിമിത്തം ഉണ്ടാവണം. ഇല്ലാത്തൊരു സ്ഥലത്തും നാരദരെ എത്താറുമില്ല, കാണാറുമില്ല. നാരദരെ കണ്ടു. നാരദരെ കുട്ടിയോട് ചോദിച്ചു, എവിടെ പോകുന്നു? കുട്ടി പറഞ്ഞു, തപസ് ചെയ്യാൻ പോകുന്നു. നാരദരെ കുട്ടിയോട് പറഞ്ഞു, തപസ്സെന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണ്. ഏകാഗ്രതമായ അവസ്ഥയൊക്കെ പ്രാപിക്കാൻ ഒരു കൊച്ചു കുഞ്ഞിന് നിനക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ നീ കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ കിട്ടിയ ഭക്ഷണങ്ങളോ അതുപോലെയുള്ള കളിക്കോപ്പുകളോ ഒന്നും കാട്ടിക്കിട്ടില്ല. സുഖകരമായി ഉറങ്ങാനുള്ള കിടക്കയുണ്ടാവില്ല, നല്ല ഭക്ഷണങ്ങളുണ്ടാവില്ല, ജലമുണ്ടാവില്ല, അതുപോലെ ഏതെങ്കിലും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന തണുപ്പിനെയും ചൂടിനെയും പ്രതിരോധിക്കാനുള്ള വസ്ത്രവിധാനങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഭയം വരുമ്പോൾ ഓടിച്ചെന്ന് ചേർന്ന് നിൽക്കാൻ അമ്മയോ അച്ഛനോ ആരും ഉണ്ടാവില്ല. ക്രൂര മൃഗങ്ങളുണ്ടാവും. ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ ലക്ഷ്യത്തിന് തടസ്സമായി വരാവുന്ന സർവ്വതും ആര് പറഞ്ഞു? നാരദർ പറഞ്ഞു. അപ്പൊ വിഘ്നങ്ങളെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ടായി. ഈ വിഘ്നങ്ങളെ കണ്ട് പുറകോട്ട് മാറുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു കർമ്മത്തിലും വിജയം നേടാൻ സാധിക്കൂ. ഏതൊരു കർമ്മത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ കർമ്മങ്ങളിലുടനീളം വിഘ്നങ്ങളുണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം, പ്രതികൂല സാഹചര്യം ഉണ്ടാവാം. അതിനെ കടക്കാനുള്ള ആത്മബലമാണ് ആർക്കുണ്ടാകേണ്ടത്? ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ ഈശ്വരാന്വേഷണത്തിന് ഉള്ള പ്രയത്നത്തിലും ഇത്തരം വിഘ്നങ്ങളെല്ലാം കടക്കേണ്ടതാണ്. കാരണം എന്താ? ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുക എന്നത് ജീവിതത്തിൻ്റെ ഒരു വ്രതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നുള്ള, മനസ്സിലായില്ലേ? ഒരു വിജയമന്ത്രം കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് ധ്രുവന്റെ ചരിതം. ഇന്ന് അങ്ങനെയുള്ള ജീവിത ലക്ഷ്യങ്ങളും പ്രതിസന്ധികളെ തരണം ചെയ്ത ആ ലക്ഷ്യത്തെ നേടിയെടുക്കാനുള്ള ഉൾക്കരുത്തും ഇന്ന് നമ്മുടെ കുട്ടികളിലുണ്ടോ? ഉണ്ടോ? എന്നൊരു ചെറിയ പ്രതിസന്ധി വന്നാൽ ആത്മഹത്യ ചെയ്യുന്ന ഭീരുക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്, അല്ലേ? വിഷാദ രോഗികളായി മാറുന്ന ലോകമാണ്.
ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കർമ്മത്തിന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ വിജയം നേടാതെ ഒരു പരാജയം ഉണ്ടായാൽ അതോടുകൂടി ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് സ്വയം സീലടിച്ച്, മനസ്സിലായില്ലേ, അപകർഷബോധത്തിൽപ്പെട്ട് ജീവിതത്തിൽ പരാജിതന്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഒന്ന് കൂടുതലല്ലേ? അല്ലേ? മനസ്സിലായില്ലേ? എങ്ങനെയാവണം ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധത്തെ സ്വീകരിക്കേണ്ടതെന്നും ആ ലക്ഷ്യത്തെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഉറപ്പിക്കേണ്ടതെന്നും വളരെ കൃത്യമായിട്ട് ധ്രുവൻ കാട്ടിത്തരുകയാണ്. ധ്രുവൻ പറഞ്ഞു, എനിക്കെൻ്റെ ലക്ഷ്യമാണ് പ്രിയപ്പെട്ടത്, അതുകൊണ്ട് ഈ തടസ്സങ്ങളൊന്നും ഞാൻ വകവെക്കുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് ഈശ്വരനെ നേടുക എന്നതാണ് എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ഉറപ്പിച്ചു. അപ്പോൾ ചിത്തത്തിൽ പൂർണ്ണമായ നിഷ്ഠ വന്നു എന്ന് ഉത്തമ ബോധ്യം വന്നപ്പോൾ തനിക്ക് പ്രാപ്തനായ ശിഷ്യനായിട്ട് നാരദർ ആരെ കണ്ടു? ധ്രുവനെ കണ്ടു. മനസ്സിലായില്ലേ? അതായത് ഇളക്കമില്ലാത്ത ഭക്തി. ഭക്തി രണ്ട് തരമുണ്ട്. ഭാഗ്യമായ തരത്തിൽ പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ഭക്തിയുണ്ട്, ഇളകുന്ന ഭക്തിയുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ഇളക്കമില്ലാത്ത ഭക്തിയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ആർജിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ആർജിക്കാറുണ്ടോ? ഉറച്ച ഭക്തി എന്ന് പറയും. ഈ ഉറച്ച ഭക്തി ഉള്ളവനെയാണ് ഭഗവാൻ രക്ഷിക്കുന്നത്, കാക്കുന്നത്. നമ്മളെ പലപ്പോഴും ഭഗവാൻ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആട്ടി ഒലയ്ക്കും, നമ്മൾ തന്നെ ഒലയ്ക്കുന്നത്. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണേ എന്നുള്ള പ്രാർത്ഥന തന്നെ ശരിയല്ല, എന്നാലും നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നടക്കുമോ? ആരിളക്കി? മനസ്സിലായില്ലേ? ആരാ ഇളക്കിയ? നമ്മൾ തന്നെ. നടക്കുമോ? ഉറപ്പുണ്ടോ നമുക്ക്? നമ്മുടെ പ്രാർത്ഥനയിലും കാണാം, ഭഗവാനെ ഇന്ന കാര്യം നടന്നാൽ നിനക്ക് പാൽപ്പായസം, നടന്നില്ലെങ്കിലോ നീ പട്ടിണി കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഈശ്വരനോടാണ് നമുക്ക് വിശ്വാസക്കുറവുള്ളത്. ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ ചെയ്തേക്കാം, നടന്നില്ലെങ്കിലില്ല. നടക്കുമെന്ന പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നടന്നു കഴിഞ്ഞാലെന്നുള്ളത് വേണോ? അതാ വഴിപാടങ്ങ് ചെയ്താൽ പോരെ. ചിലർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ചില അമ്പലത്തിൽ നമുക്ക് കാണാം, ഭഗവാനെ അടുത്ത ആഴ്ച ഇന്നടുത്ത് പോകുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ നിനക്ക് പാൽപ്പായസം. മനസ്സിലായില്ലേ? ഭഗവാൻ എന്താ ഈ കൊതി കൊണ്ട് നമ്മുടെ കാര്യം നടത്തി തരുമോ? അവിടെ അതല്ലല്ലോ വേണ്ടത്. പാൽപ്പായസം നടത്തിയിട്ട് ഭഗവാനെ, പായസത്തിൻ്റെ പേര് പറയണ്ട. മനസ്സിലായില്ലേ? കാരണം പായസത്തിന് വേണ്ടി ഭഗവാനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരാവരുത്. ഒരു പാൽപ്പായസം നമ്മൾ സമർപ്പിച്ചു, അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു അർച്ചന സമർപ്പിച്ചു, ഭഗവാനെ എൻ്റെ കാര്യങ്ങളൊക്കെ സോവാക്കണേ എന്ന് പറഞ്ഞാലൊരു സന്തോഷമുണ്ട്. കാര്യം എന്താ? ഭഗവാനൊരു വിശ്വാസമുണ്ട്, അല്ലേ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഇവിടെ ഉറച്ച ഭക്തിയിലേക്ക് എത്തപ്പെട്ടു. ഉറച്ച ഭക്തനിലേക്ക് ജ്ഞാനം വളരെ വേഗത്തിൽ വന്നു ചേരും. നാരദര് ഈ കുട്ടിക്ക് തപസ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഉപദേശിച്ചു. ആ ഉപദേശിച്ചു കൊടുത്ത സമയത്താണ് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മഹാമന്ത്രം ഈ ധ്രുവന് ഉപദേശിക്കും. നമ്മൾ ആലോചിച്ച് നോക്കേ, ഭാഗവതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് ഭക്തന്മാരെ, അല്ലേ, ഒരുപാട് മഹാത്മാക്കളായ ഋഷീശ്വരന്മാരെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരിലേക്കൊന്നുമല്ല ഈ മഹാമന്ത്രം വന്നു ചേർന്ന് ആരിലേക്കാ? ഒരു കൊച്ചുകുട്ടിയിലേക്ക്. എന്താ കാരണം? ഭഗവാനെ അറിയുവാനുള്ള ആഗ്രഹമാണ് അവിടെ പ്രധാനം, പ്രായമല്ല. മനസ്സിലായില്ലേ? വേറെ ഒരു യോഗ്യതയല്ല. ഏതെങ്കിലും കുലത്തിൽ ജനിച്ചോ കുലത്തിൽ ജനിച്ചില്ല എന്നുള്ളതല്ല. മനസ്സിലായോ? മറ്റേതെങ്കിലും തരത്തിലുള്ള യോഗ്യതയല്ല. ആകെ ഈശ്വരനെ നേടാനുള്ള യോഗ്യത എന്താ? ഈശ്വരനെ നേടിയേ അടങ്ങൂ എന്നുള്ള ആഗ്രഹമാണ്. മറ്റെല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് ഭഗവാനെ നേടണമെന്നുള്ള ഉറച്ച ആഗ്രഹത്തിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തിഭാവം രൂപപ്പെടാനൊരു കാരണമായി അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹവും അവിടെ മൂത്തമ്മ വിലക്കിയതിൻ്റെ കാരണവും സ്വന്തം അമ്മ പ്രേരിപ്പിച്ച പ്രേരണയും. മനസ്സിലായില്ലേ? അതെല്ലാം ഒരു കാരണമായി, അതിൻ്റെ ഫലമായി ധ്രുവന് തപസ് ചെയ്യാനുള്ള കാര്യമായി. അങ്ങനെ ധ്രുവൻ നേരെ വന്നിരുന്ന് തപസ് ചെയ്തു.
കേവലം 6 മാസത്തെ തപസ് കൊണ്ട് ഭഗവാനെ നേടിയ ആളാണ് ധ്രുവൻ. അതാണ് മഹാഭാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കേവലം 6 മാസം. എന്താ കാരണം? കുട്ടികളെ മനസ്സാകുമ്പോൾ ഒരുപാട് മാലിന്യമൊന്നും പോകാനില്ല. നമ്മുടെ മനസ്സിലാണ് അല്ലേ മാലിന്യങ്ങൾ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ പറയില്ലേ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മനസ്സുകൊണ്ട് ശുദ്ധരാണ്, അവർ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ വെറുതെ കിടന്ന് സംസാരിക്കുന്നതൊക്കെ ഭഗവാനോടാണെന്നൊക്കെ പണ്ട് അമ്മമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? എന്താ കാരണം? കുഞ്ഞുനാളിൽ നമ്മുടെയൊക്കെ മനസ്സ് ശുദ്ധമായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ഓരോ ദിവസം മാലിന്യം അകത്തോട്ട് വാരിയിട്ടുകൊണ്ടിരിക്കും അല്ലേ? ജനിച്ചപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ശത്രുക്കളില്ലായിരുന്നു എന്ന് മാത്രമല്ല, മിത്രങ്ങളെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളെന്നുള്ള മിത്രങ്ങളെ തങ്ങളെ എടുത്ത് ഓമനിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന മിത്രങ്ങളെന്നൊരു വികാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിച്ചിപ്പോൾ ഇത്രയും പേര് എത്തിയപ്പോൾ നമ്മുടെ ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാലോ? ഇത് മുഴുവൻ സൃഷ്ടിച്ചതാരാ? നമ്മൾ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ രത്നശാലയിൽ ഇരുന്നിട്ട് ഒരു ബുക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ തന്നിട്ട് നിങ്ങളുടെ മിത്രങ്ങളുടെ പേരെഴുതി കൊണ്ട് തന്നാൽ അവർക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഒരു പൂജയുണ്ട്, ഒരു മിത്ര സായുജ്യ പൂജ എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ഞാനൊരു പേപ്പർ തന്നാൽ നിങ്ങൾ പോയിരുന്ന് ആകെ ചിലപ്പോൾ ഒരു 10-12 പേരുടെ പേരായിരിക്കും എഴുതുന്നത്. എന്നിട്ട് വീണ്ടും ആലോചിക്കും, എന്നിട്ട് 1-2 കൂടെ വെട്ടിക്കളയും. വേണ്ട, അവനങ്ങനെ പുണ്യം കിട്ടണ്ട. കാരണം എന്താ? നമ്മൾ അളന്ന് തൂക്കിയെടുക്കും, മിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും അല്ലേ? കാരണം ഏതെങ്കിലും ഒരു സമയത്ത് അവൻ നോട്ടം കൊണ്ടെങ്കിലും എന്നെ ഒന്ന് ദുഃഖിപ്പിച്ചവനാ എന്നാൽ അവനെയും വെട്ടിയേക്കാം. ആകെ എഴുതിയ 12 എണ്ണത്തിൽ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ലിസ്റ്റ് എത്രയാവും? 5 എണ്ണമാവും. ചിലപ്പോൾ തിരുമേനി പൂജ എടുക്കുമ്പോൾ തിരുമേനി നിർത്ത് ഒരെണ്ണം കൂടെ വെട്ടാനുണ്ട്, അവനാണ് ശരിയല്ല, അതും കൂടെ അങ്ങ് വെട്ടിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മിത്രസായുജ്യ പൂജ എന്ന് പറഞ്ഞൊരു പൂജ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പേര് കൊടുക്കുന്നത്. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ മുഴുവൻ ശത്രുവിൻ്റെ പേരെഴുതി തരേ എന്ന് പറഞ്ഞ് ആ ശത്രുക്കൾക്കെതിരെ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞൊരു നാശപൂജ, സംഹാരം എന്ന് പറയാൻ അതിന് വേറെ അർത്ഥമുണ്ട്. ശത്രുനാശ പൂജ എന്ന് പറഞ്ഞൊരു പൂജ ഉണ്ടെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് എഴുതാനൊരു പേപ്പർ തന്നാൽ നിങ്ങൾ അത് മുഴുവൻ എഴുതിയിട്ട് പറയും ഒരു 2 പേപ്പർ കൂടെ കിട്ടുമോ? ഇല്ലേ? പറയില്ലേ? പറയത്തില്ലയോ? പറയും. എന്താ കാരണം? നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന കാമക്രോധ മോഹലോഭങ്ങളുടെ പ്രേരണ കൊണ്ട് നമ്മൾ ഒരുപാട് ശത്രുക്കളെയും വെറുക്കപ്പെട്ടവരെയും നമ്മൾ സൃഷ്ടിച്ചു. ഈ മാലിന്യം മുഴുവൻ, ഈ സൃഷ്ടിച്ച ശത്രുതാബോധം മുഴുവൻ എവിടെയാണ് സൂക്ഷിക്കുന്നത്? നമ്മുടെ മനസ്സിൽ. മനസ്സിലായില്ലേ? ഈ ഭാവങ്ങളാണ് മനസ്സിൻ്റെ മാലിന്യം, മനോമാലിന്യം. ഈ മനോമാലിന്യം ഇത്ര കണ്ട് കൂടുതൽ കുട്ടികളിലുണ്ടോ? ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഭഗവാനെ നേടാനുള്ള മനഃശുദ്ധിയും ആർക്ക് കിട്ടി? ധ്രുവന് കിട്ടി. അപ്പം ഏറ്റവും നല്ലത് ഈശ്വരാരാധനയ്ക്ക് പറ്റിയ പ്രായമേത? ഈശ്വരനെ നേടാൻ പറ്റുന്ന പ്രായമേത? കുഞ്ഞു പ്രായമോ? ആ പ്രായത്തിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശ്വരബോധത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് നമ്മളിന്ന് നേരിടുന്ന അപകടം. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം അവൻ സ്വയം എത്തുന്നു എന്ന് പറഞ്ഞ പ്രായം മുമ്പേ പറഞ്ഞ കണക്ക ഒടുവിലായി. മനസ്സിലായില്ലേ? ഇനി ഒന്നുമില്ല, അങ്ങോട്ട് ജീവിക്കാനില്ലാത്ത അവസ്ഥയെത്തുമ്പോൾ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ജീവിക്കാനാണ് ഈശ്വരൻ്റെ സഹായം. മനസ്സിലായില്ലേ? ജീവിക്കാനാണ് ഈശ്വരൻ്റെ അനുഗ്രഹം, ജീവിക്കാനാണ് ശരിയായ ചിന്ത. അപ്പോൾ ഭഗവത് ചിന്ത നമുക്ക് ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനാണ്, അല്ല മരണാനന്തര ബഹുമതി പട്ടത്തിലൊന്നും പോകാനല്ല. അപ്പോൾ ചോദിക്കും, സ്വർഗവും നരകവും ഒക്കെ ഇല്ലേ? സ്വർഗത്ത് പോകാനല്ലേ അവസാന ഘട്ടത്തിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകേണ്ടത്? ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗ നരക ചിന്തകൾ അസാധുവാണ്. ഹൈന്ദവ ദർശനം സ്വർഗ നരകങ്ങളെ നിരാകരിക്കുന്ന ശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ശാസ്ത്രത്തെ പഠിക്കാതെ മറ്റുള്ള പലരുടെയും ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചു പഠിച്ചപ്പോൾ സ്വർഗം മാത്രമായി നമ്മുടെ മനസ്സിൽ. യഥാർത്ഥം ഹിന്ദുവിൻ്റെ ശാസ്ത്രത്തിൽ സ്വർഗചിന്തയില്ല. സ്വർഗചിന്തയും ശാശ്വതമല്ല, നരകവും ശാശ്വതമല്ല, പുണ്യപാപങ്ങൾക്കുമല്ല സ്ഥാനമില്ല ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ. കാരണം പുണ്യത്തിൻ്റെ ഫലമായി ആർജിക്കാൻ സാധിക്കുന്നത് എന്താ? സ്വർഗമാണ്. സ്വർഗം ശാശ്വതമാണോ? അല്ല.
എന്താ കാരണം? ക്ഷീണേ ക്ഷീണേതി സ്വർഗേ എന്ന ഗീതയിൽ വളരെ കൃത്യമായിട്ട് ഭഗവാൻ അർജുനനോട് എന്താ പറയുക, അർജുനൻ പറഞ്ഞ എന്താ, ഇവരെയൊക്കെ കൊല്ലാതിരുന്നാൽ എനിക്ക് സ്വർഗം ലഭിക്കും ഭഗവാനെ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഭഗവാൻ പറയുന്ന, അർജുന നീ അങ്ങനെ മോഹിക്കേണ്ട, കാരണം സ്വർഗവും ശാശ്വതമല്ല, ശാശ്വതമല്ലാത്തത് ഒരിക്കലും പൂർണ്ണ ആനന്ദം ഇല്ല. ചിലപ്പോൾ നമുക്കതൊരു സംശയം നിൽക്കാം അല്ലേ, സ്വർഗം ശാശ്വതമല്ലേ എന്ന് ചോദിക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്ന് വെക്കുക, നമ്മളൊരു റിസോർട്ടിൽ പോയി താമസിക്കുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ സെക്യൂരിറ്റിക്കാരെ നമുക്കൊരു സല്യൂട്ട് തന്ന് അതുകൊണ്ട് വിളിക്കും, സാറേ എന്ന് വിളിക്കും അല്ലേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ബാഗ് എടുക്കാൻ വേണ്ടി ജോലിക്കാർ ഓടി വരും. അവരിതെടുത്ത് കൃത്യമായ റൂമിൽ കൊണ്ടുവെക്കും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് തരത്തില്ലേ. വളരെ ബഹുമാനം, വളരെ ആദരവ്, നമ്മൾ വളരെ പൂജനീയനെ പോലെ അവിടെ ഇങ്ങനെ ജീവിക്കും. ഈ കയ്യിലെ മുഴുവൻ കാശ് തീർന്നിട്ട് ഒരു ഗ്ലാസ് ചായ ചോദിച്ചാൽ തരുമോ? അതുവരെ സാറേന്ന് വിളിച്ചവനായിരിക്കും ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞ് പെടലേക്ക് പിടിച്ച് പുറത്തിടുന്നത്. നമ്മൾ റിസോർട്ടുകാരോട് പറയാം, 15 ദിവസം ഞാൻ താമസിച്ചല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തന്നതല്ലേ, അടുത്ത ഒരു ദിവസം കൂടി എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ലാതെ താമസിപ്പിക്കാൻ പറഞ്ഞ് താമസിപ്പിക്കുമോ? പറ്റില്ല. പുറത്ത് ഇതുപോലെയുള്ള താൽക്കാലിക സുഖകേന്ദ്രമാണ് സ്വർഗം. മനസ്സിലായില്ലേ? ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് തരുമ്പോൾ അവിടുന്ന് പുറത്താക്കപ്പെടും. പുണ്യകർമ്മങ്ങളുടെ ഫലമായി കിട്ടുന്ന ഫലമായി കിട്ടുന്ന ഒരു വാസകേന്ദ്രമാണ് സ്വർഗം. ആ പുണ്യഫലങ്ങൾ തീരുമ്പോൾ ഫലങ്ങൾ എപ്പോഴും തീർന്നുകൊണ്ടിരിക്കും. അത് തീരുമ്പോൾ അവിടുന്ന് പുറത്ത്. അപ്പം നരകം എന്താ? പാപകർമ്മങ്ങളുടെ ഫലമായി കിട്ടുന്ന ഒരു ശിക്ഷാകേന്ദ്രം. ആ കർമ്മത്തിൻ്റെ പാപങ്ങൾ തീരുമ്പോൾ അവിടുന്ന് പുറത്താക്കും. നമ്മളെ ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്തവനൊരു നിശ്ചിത കാലം ജയിലിലടയ്ക്കും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി കിടക്കുമോ? പുറത്താക്കും. അപ്പോൾ ഇത് രണ്ടുമല്ലാത്തത് എന്താ? അതാണ് മോക്ഷം. മനസ്സിലായില്ലേ? അതാണ് മുക്തി, ഭഗവാനിൽ ചേരുക. പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? ഭഗവാനിൽ ചേരുക. അപ്പൊ ഈ കുട്ടി തപസ് ചെയ്തു. ആദ്യത്തെ ദിവസങ്ങൾ ഓരോരോ ഘട്ടം കഴിയുമ്പോൾ തപസ്സിന്റെ രീതി മാറി. ആദ്യം ചെറിയ പഴങ്ങളൊക്കെ കഴിക്കുവാനും വെള്ളം കുടിക്കുവാനും, പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പഴം കഴിപ്പ് നിർത്തി വെള്ളം മാത്രമായി. കുറെ കഴിഞ്ഞപ്പോൾ വെള്ളം കുടി നിർത്തി പ്രാണന മാത്രമായി. കുറെ കഴിഞ്ഞപ്പോൾ പ്രാണനെ പോലെ ഉള്ളിലേക്ക് എടുക്കാതെ പ്രാണനെ ബന്ധിച്ചു. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രാണന്റെയും ചലനത്തിന് തടസ്സം വന്നു. കാരണം ഈ പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് വേണ്ടി മാത്രം പ്രത്യേക പ്രാണൻ തന്നെ ഉണ്ടോ? ഇല്ല. ആ പ്രാണബന്ധനത്തിന്റെ തീക്ഷ്ണത കൊണ്ട് ദേവന്മാർക്ക് പോലും ബുദ്ധിമുട്ടുന്നു. ദേവന്മാർ നൽകി. എന്താ കാരണം? അങ്ങനെയാണ് അറിയുന്നത്. ദേവന്മാരറിയുന്ന ആരാ? ഇവിടെ ധ്രുവൻ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി തീക്ഷ്ണമായ തപസ്സിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ദർശനം ആ കുട്ടിക്ക് ലഭിച്ചു. തൻ്റെ ശംഖു കൊണ്ട് ഭഗവാൻ ആ കുഞ്ഞിന്റെ കവിളിൽ തലോടി എന്നാണ് പറയുന്നത് ധ്രുവനെ. അത്ര ആനന്ദം. കാരണം എന്താ? ഈ വളരെ കുഞ്ഞു പ്രായത്തിൽ കളികൾക്കും മറ്റുള്ളതിനും പുറകിൽ പോകേണ്ടതിന് പകരം, മറ്റു സുഖങ്ങൾക്ക് പുറകിൽ പോകേണ്ടതിന് പകരം ജ്ഞാനനിഷ്ഠയോടുകൂടി തന്നെ തേടി വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതാക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി അവരുടെ ജീവിതം മുഴുവൻ ആനന്ദപ്രദമായി ലഭിക്കാനുള്ള അവസരമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞില്ലാതാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ അവർക്ക് പഠിത്തം മോശമല്ല, ഒരിക്കലുമില്ല. കാരണം എന്താ? കൂടുതൽ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റ് വിഷയങ്ങളിലുള്ള ചിന്തകൾ കുറയുമ്പോൾ അവന് പഠിക്കുന്നതിനുള്ള ഏകാഗ്രതയും ചിന്തയും വർദ്ധിക്കുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ മറ്റൊരു സത്യം. മനസ്സിലായില്ലേ? നമ്മൾ പടി എന്ന് പറയുന്നത് കൊണ്ട് അത് മാത്രമാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്. ആണോ? അവൻ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവൻ്റെ മനസ്സ് അതിൻ്റെയൊക്കെ പുറകിൽ ഓടിക്കൊണ്ടാണ് അവൻ അല്പനേരം പഠനത്തിലിരിക്കുന്നത്. അപ്പോൾ പലതിൻ്റെ ഇടയിൽ ഓടുന്നതിനിടയിലൂടെ കിട്ടുന്ന അറിവും അവൻ്റെ തലയിൽ ഉറക്കില്ല. നേരെ മറിച്ച് ബാഹ്യമായി ആവശ്യമില്ലാത്ത ചിന്തകളെ ഒഴിവാക്കി ആ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പാകത ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് വളരെ വേഗത്തിൽ അവൻ്റെ ഏത് ജീവിത വിഷയങ്ങളും അവൻ്റെ തലയിൽ അധ്യയനം ചെയ്ത് വളരെ വേഗത്തിൽ എത്തത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പഠനത്തിന് തടസ്സമല്ല ഒരിക്കലും നാമജപങ്ങൾ, ഒരിക്കലും നമ്മുടെ ആധ്യാത്മികമായ തലങ്ങൾ. അപ്പൊ ഇവിടെ ഭഗവാന്റെ ആ ദർശനം, ദിവ്യമായ ഭഗവാന്റെ ആ ദർശനം ധ്രുവന് ലഭിച്ചു.
ആ ഭഗവാൻ കാരുണ്യത്തോടെ അനുഗ്രഹിച്ചു. ധ്രുവന് ധ്രുവ പദവി എന്ന സ്ഥാനം കൂടി കൊടുത്തു. ധ്രുവ പദവി, ധ്രുവൻ പ്രാപ്തി നേടി. ധ്രുവ പദവി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിന് തുല്യമായ സ്ഥാനം. വൈകുണ്ഠത്തിന് തൊട്ട് മുന്നിലായി ഈ ഭഗവാനിലേക്ക് എത്തപ്പെടുന്ന എല്ലാവരും ധ്രുവപദം കടന്നു വേണം ഭഗവാനിലേക്ക് എത്താൻ. മനസ്സിലായില്ലേ? എല്ലാവരെയും ഭഗവാനിലേക്ക് എത്തിക്കുന്ന ഒരു പദമായി ധ്രുവപദവി. എന്താ ഭഗവാനിലേക്ക് എത്തിക്കുന്ന പദവിയായി ധ്രുവപദവിയെ കൊടുത്തത്? ഈശ്വരനിലേക്ക് എത്താൻ ഉറച്ച ഭക്തിയിലൂടെ മാത്രമേ സാധിക്കൂ. അതാണ് ധ്രുവൻ, അല്ലേ? അതിന്റെ പ്രതീകമാണ് ധ്രുവൻ. ആ ഭക്തിയുടെ തലത്തിലെത്തപ്പെട്ടു. ഈ വരപ്രാപ്തനായ ധ്രുവൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിന് വരെ കാത്തിരിക്കുന്ന അച്ഛനൊക്കെ മകൻ പോയപ്പോൾ ദുഃഖം ഉണ്ടായി, കാത്തിരിക്കുകയാണ് വന്നു. അതിനുശേഷം ആ ധ്രുവന് രാജാധികാരത്തിലേക്ക് വന്നു. മൂത്ത സുരുചി, അവിടെ സുരുചിയുടെ പുത്രനായ ഉത്തമൻ വനത്തിൽ പോയ സമയത്ത് മരണപ്പെട്ടു. ആ മരണപ്പെട്ട് യക്ഷന്മാരാൽ കൊല്ലപ്പെട്ടു. ആ യക്ഷന്മാരെ മുഴുവൻ ധ്രുവൻ പരാജയപ്പെടുത്തി. അവിടെ സായംഭൂ മനു വന്ന് പറഞ്ഞു, അവരോട് യുദ്ധം ചെയ്യാനല്ലെന്ന് തയ്യാറാണ്. കാരണം സാക്ഷാത് ഭഗവാന്റെ അനുഗ്രഹം നേടിയവനാണ് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ആ മഹത്വത്തെ വീണ്ടും പുനഃസ്മരണ ചെയ്ത് കുറേ കാലഘട്ടം രാജ്യഭരണമൊക്കെ നടത്തിയ ധ്രുവൻ ഒടുവിൽ ആ രാജ്യഭരണങ്ങളെല്ലാം വിട്ട് ഭഗവത് ചിന്തയോടെ ഭഗവത് പദമേറി ധ്രുവപ്രാപ്തനായി മാറി. ഈ അവസ്ഥയിലേക്കൊക്കെ ആരൊക്കെ ധ്രുവന്റെ ചരിതം ഇതിലൂടെ ധ്രുവൻ എത്തിച്ചു. ഇനി ധ്രുവന്റെ ചരിതം ആരംഭിക്കുന്ന ദിശയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാൻ. വീണ്ടും അവിടെ നമ്മൾ 3 കഥാപാത്രത്തെ കണ്ടില്ലേ? പ്രധാനമായിട്ട് ആരൊക്കെയാണ്? ഉത്താനപാദൻ, സുരീചി, സുരീചി. ഈ 3 പേരെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം. എങ്കിലാണ് ധ്രുവന്റെ കഥ ഒന്നുകൂടി നമുക്ക് സുവ്യക്തമാവും. ഇവിടെ ഉത്താനപാദൻ എന്ന് പറയുന്നത് വികാരത്തിന് അടിമപ്പെട്ടപ്പോൾ വിചാരം നഷ്ടപ്പെട്ട വ്യക്തിയുടെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? കാരണം വിചാരം കൊണ്ടായിരുന്നു ഉത്താനപാദൻ നിലനിന്നിരുന്നതെങ്കിൽ തൻ്റെ മകൻ മടിയിലേക്ക് ഇരിക്കാൻ വന്നപ്പോൾ അതിനെ വിലക്കിയ ആളിനോട് അത് പാടില്ല, അവൻ എൻ്റെ മകനാണ്, എൻ്റെ മടിയിൽ ഇരിക്കട്ടെ എന്ന് പറയാനുള്ള ബോധം ആര് കാണിക്കണമായിരുന്നു? ഉത്താനപാദൻ കാണിക്കും. ഉത്താനപാദനത്തെ കാണിക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? സുരീചിയോടുള്ള അമിതമായ മമത കൊണ്ട്. വികാരം കൊണ്ടല്ലേ മമത? വിവേകം കൊണ്ടാണോ വികാരം കൊണ്ടാണോ മമത ഉണ്ടാകുന്നത്? മമത ഉണ്ടാവുന്നത് ഏതുകൊണ്ടാണ്? വികാരം കൊണ്ടാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇതെന്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവ്, ഇതെന്റെ മക്കള്, ഇതെന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് വിചാരം കൊണ്ടാണോ വികാരം കൊണ്ടാണോ? സ്നേഹം എന്ന വികാരം കൊണ്ടാണ്, വികാരം കൊണ്ടാണ്. മമത ഉണ്ടാകുന്നതെല്ലാം വികാരം കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ സ്നേഹമെന്ന വികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവരോടുള്ള മമതയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടാവില്ല. അതിന് നല്ലൊരു ഉദാഹരണം പറയാം. സ്നേഹത്തോടെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ദമ്പതികളെ എടുത്താൽ ആ വീട്ടിലെ അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ സുഖം വരണമെന്നാണ്, ഇല്ലേ? ആണല്ലോ. ഇതേ ആളിനോട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു വഴക്കൊക്കെ ഉണ്ടായി ഡൈവോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? ആ ഡൈവോഴ്സ് ചെയ്ത ഭർത്താവിന് സുഖം കിട്ടണേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ? പിന്നെ പകരം എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? എങ്ങനെങ്കിലും അവൻ, അല്ലേ, കിടന്ന് നരകിക്കുന്നത് ഭഗവാനെ എന്നെ ഒന്ന് കാണിച്ചു തരണേ. ഇത് രണ്ടും കണ്ട് ഭഗവാൻ നമ്മളെ നോക്കിച്ചിരിക്കും. 6 മാസം മുമ്പ് വന്ന് പറഞ്ഞു ഞാൻ സുഖം കൊടുക്കണം, ഇപ്പൊ നീ വന്ന് പറയുന്നു ദുഃഖം കൊടുക്കണമെന്ന്. ഇത് രണ്ടും പറയുമ്പോൾ മാറ്റി മാറ്റി കൊടുക്കാൻ ഞാൻ എന്താ ഇത് രണ്ടുമായിട്ട് ഇരിക്കുകയാണോ എന്ന നിലയിലായിരിക്കും ഭഗവാൻ നമ്മളെ നോക്കിച്ചിരിക്കുന്നത്. ശരിയില്ലേ? അപ്പോ ഈ സുഖം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ഏത് വികാരം എന്നതുകൊണ്ടാണ്? സ്നേഹമെന്ന വികാരം അവിടെ ദൃഢമായിട്ടുണ്ട്. അതിൻ്റെ മമതയ്ക്ക് കാരണമായത്. ഈ സ്നേഹമെന്ന വികാരം നഷ്ടപ്പെട്ടപ്പോൾ അയാളുടെ ശത്രുവായി മാറി. ഈ വികാരങ്ങൾ കൊണ്ടാണ് നമ്മൾ പലതിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്നത്, അല്ലാതെ വിവേകം കൊണ്ടല്ല. വിവേകം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കലും കുറയ്ക്കും. മനസ്സിലായില്ലേ? എന്നാൽ ഇത് ഒപ്പം ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാത്തിനോടും ഒപ്പമുണ്ട്. പക്ഷേ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ലിമിറ്റ്, പാലിക്കേണ്ട പരിധികളൊക്കെ കൃത്യമായി പാലിക്കും. ഇവിടെ സുരീചി എന്ന് പറഞ്ഞാൽ ആരാ?
സ്വന്തം താല്പര്യം മാത്രം നോക്കുന്നവൾ. സുരുചി, മനസ്സിലായില്ലേ? സ്വന്തം താല്പര്യത്തിനല്ലാതെ മറ്റൊരു താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കില്ല. അത് ആരുടെ ലക്ഷണമാണ്? അവിവേകത്തിന്റെ സ്വഭാവമാണ്, അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അഹങ്കാരികൾ മറ്റാരുടെയെങ്കിലും താല്പര്യത്തിന് സ്ഥാനം കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഒരിക്കലുമില്ല. തൻ്റെ സ്വന്തം താല്പര്യവും സുഖവും സംരക്ഷിക്കാൻ വേണ്ടി ആരുടെ സുഖത്തെ ഇല്ലാതാക്കാനും അജ്ഞാനികൾക്ക് മടിയുണ്ടാവില്ല. ശരിയല്ലേ? പക്ഷേ ഇവിടെ സുനീതി എന്ന് പറഞ്ഞാലോ, ധർമ്മബോധമുള്ളവൾ. സുനീതി, നല്ല നീതിയുള്ളവൾ, ധർമ്മമുള്ളവൾ. അപ്പൊ നല്ല വിവേകബോധത്തോടു കൂടി ആയതുകൊണ്ടാണ് ഈ അജ്ഞാനത്തിന് കാരണക്കാരിയായ അഹന്തയാകുന്ന സുനീതിയോട് ഏറ്റുമുട്ടാൻ പോകാതെ കുറച്ചുകൂടി ശ്രേഷ്ഠമായ പാതയെ സ്വീകരിക്കാൻ തൻ്റെ മകനെ ഉപദേശിച്ചതാരെ? സുനീതി. ഈ മൂന്ന് പ്രതീകങ്ങളും നമ്മുടെ സ്വഭാവത്തിലുള്ളതല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉത്ഥാനവാദനാവില്ലേ? അപ്പൊ സുനീതി എന്ന് പറയുന്ന ശക്തി നമ്മൾ ദൃഢമാവില്ലേ? എന്താ കാരണം? നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടപ്പോൾ, സ്വന്തം താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ സ്വയം നമ്മൾ ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തും. ഇവിടെ ഉത്ഥാനവാദ രാജാവിൻ്റെ അവസ്ഥ, മകൻ കാട്ടിപ്പോയതിനു ശേഷം അദ്ദേഹം ഒരുപാട് ഇതിന് വിഷമിച്ചു. പക്ഷെ പോകുന്നതിന് മുമ്പ് തടയാനുള്ള അവസരം ഉണ്ടാകും. തടഞ്ഞോ? തടഞ്ഞില്ല. നമ്മളും അങ്ങനെയാണ്. ചില സമയത്ത് വികാരത്തിൽ അടിമപ്പെട്ട് വിചാരത്തെ മറന്ന് സ്വന്തം താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച് അതിൻ്റെ ഫലമായുള്ള ദുഃഖത്തെ സ്വയം വിളിച്ചു വരുത്തി അനുഭവിക്കും. അല്ലേ? ശരിയല്ലേ? അപ്പം നമ്മളിൽ ഏത് ഗുണം ഉയർത്തി നിർത്തണം? സുനീതി ഭാവം ഉയർത്തി നിർത്തണം. മനസ്സിലായില്ലേ? ധർമ്മബോധത്തെ ഉണർത്തി നിർത്തണം. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം താല്പര്യത്തെ വേണ്ടി ജീവിക്കുമ്പോഴും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരഞ്ഞു സുഖത്തിനായി വരേണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഋഷിവാക്യത്തിലൂടെ നമ്മളെ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു നിലയിൽ മനഃശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത്തെ കൂടി നമ്മളെ ബോധിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവൻ എപ്പോഴും എന്തിലേക്ക് ഉറയ്ക്കണം? ബോധത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് ഉറയ്ക്കണം എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. അതിലൂടെയാണ്, ആ സുനീതിയിലൂടെ, ആ ധർമ്മത്തിലൂടെ മാത്രമേ ശ്രേഷ്ഠമായ, യോഗ്യമായ, അർഹമായത് നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അതാണ് ധ്രുവൻ. അർഹമായത് നേടിത്തന്ന ആനന്ദത്തിലേക്ക് ആരെത്തി? സുനീതി എത്തപ്പെട്ടു. സുനീതിയോ? മനസ്സിലായില്ലേ? സ്വന്തം താല്പര്യത്തിന് പുറകിൽ പോയി സ്വന്തം മകനാണ് കേമനെന്ന് പറഞ്ഞു, ആ മകനെ നഷ്ടപ്പെട്ടു. അല്ലേ? അതിനുശേഷം ഈ ധ്രുവനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നു. എന്നാലോചിച്ച് നോക്കെ, മനസ്സിന് എന്തെങ്കിലും ശാന്തി ഉണ്ടായിട്ടുണ്ടോ? മകൻ പോയതിന് കാരണത്തിന് ശേഷം പോകാനുള്ള കാരണക്കാരിയായ നിലയിൽ ഉത്ഥാനവാദം തന്നെ പിന്നീട് വിവേകബോധം ഉണ്ടായപ്പോൾ സുരീതിയെ കണ്ടു. ആ സുരീതിയോടുള്ള സ്നേഹം കുറഞ്ഞു വന്നു. അതിൻ്റെ തിക്തഫലവും അനുഭവിക്കേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ വിവേകബോധം